ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു ദിവസം ഞായറാഴ്ച ഞാൻ അച്ഛനോട് മീൻ പിടിക്കാൻ ഇറങ്ങിയൊക്കെയാണ്. നമ്മളൊക്കെ ഈ കാണുന്ന പാടത്തേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട്, കണ്ടില്ല, നേരം വെളുത്ത് വരണുള്ളൂ. നമുക്ക് വല്ലതും കിട്ടുമോ നോക്കി നോക്കാം. ഗൈസ്, നേരം വെളുത്ത് തന്നെ വരുന്ന ഒരു 7 മണി കഴിഞ്ഞു. നോക്ക്, കണ്ടില്ലേ നമ്മുടെ പാടത്തിൻ്റെ അവസ്ഥ? നല്ല മഞ്ഞാണ്. നമുക്ക് അധികം വേഗം എന്തെങ്കിലും കിട്ടുമോ നോക്കി നോക്കാം. ഗൈസ്, നമ്മളിപ്പോൾ നമ്മുടെ സ്പോട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു പാടത്താണ് നമ്മുടെ സ്പോട്ട്. നമ്മൾ സ്ഥിരം മീൻ പിടിക്കാറില്ല തന്നെയാണ്. നമ്മളിന്ന് ആദ്യമായിട്ടാണ് രാവിലെ വരുന്നത്. നമ്മൾ എന്നെങ്കിൽ ഒരു 9 മണിക്ക് ശേഷം ഒക്കെയാണ് വരാറ്. നമുക്ക് മഞ്ഞത്ത് വന്നൊക്കെ നോക്കാം. വലിയ മീനുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ടൈമിൽ അടിക്കുന്നതാണ് എല്ലാവരും പറയണത്. ഗൈസ്, അപ്പോൾ ഞാനത് ഇവിടെ കാസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. അച്ഛൻ തൊട്ടപ്പുറത്ത് വന്നിട്ട് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് വല്ലതും കിട്ടുമോ നോക്കി നോക്കാം. ഞാൻ ആദ്യം ഹാർഡായിട്ടുള്ള ഒരു ചെറിയ ഫ്രോഗാണ് ഉപയോഗിച്ചത്, ചുവപ്പ് കളറുള്ളത്. അങ്ങനെ മാറ്റിയ സോഫ്റ്റ് ഫ്രോഗ് ഇട്ടുണ്ട്. പിന്നെ ഈ ഫ്രോഗ് കനം കുറവായതുകൊണ്ട് തന്നെ മീൻ വരുന്നത് അറിയാൻ കുറച്ച് ടൈം എടുക്കും. ഈ ഫ്രോഗ് വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ചെറുത് അവിടെ കണ്ടില്ലേ, കണ്ട, പറഞ്ഞില്ലേ സോഫ്റ്റ് ഫ്രോഗ് ഇട്ടുള്ള ഗുണതാണ്. നമുക്ക് ചെറുതിനെ മറ്റു അടിച്ചെടുക്കാൻ പറ്റും. ചെറുത് തന്നെ അത്ര ചെറുതല്ല, ഒരു 150 ഒക്കെ ഉണ്ടാവും, 150-200 ഗ്രാമൊക്കെ ഉണ്ട്. സോഫ്റ്റ് ഫ്രോഗിൻ്റെ ഗുണം അതാണ്. മറ്റേത് വലിയ മീൻ നമുക്ക് പിടിക്കാൻ പറ്റും, പക്ഷെ വലുത് മാത്രമേ പിടിക്കുകയുള്ളൂ. നമുക്ക് നമ്മുടെ ചാക്കിലാക്കാം. പല ആളുടെ അടുത്താണ്. ഇനി ഇവൻ്റെ ഫ്രോഗ് ഊരണം. കണ്ടില്ലേ, അത്ര ചെറിയ സൈസ് ഒന്നുമല്ല കേട്ടോ. കണ്ട, അത്യാവശ്യം നല്ല സൈസ് തന്നെയാണ്. പക്ഷേ ഇവനെ കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ ഈ ഫ്രോഗ് ഇടുക നല്ലത്. കണ്ട, ഈ ലാർക്കിൻ്റെ ഒരു സോഫ്റ്റ് ഫ്രോഗ്. മറ്റേതിൽ ഹാർഡായ കാരണം കൊണ്ട് പിടിച്ചിട്ട് അപ്പം തന്നെ വിടുകയാണ്. ഇതിലാകുമ്പോൾ അവൻ പിടിച്ചാണ്ട് വിഴുങ്ങിക്കോളും. നമ്മളതിൻ്റെ ഹുക്ക് റിമൂവ് ചെയ്തു. നേരെ നമുക്ക് ചാക്കിക്കിടാം. അടിപൊളി, അവിടെ കിടന്നോളൂ. അടിപൊളി. ഗൈസ്, ഇതാ അച്ഛന് നല്ലൊരു മീനിട്ടുണ്ട്. ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ ഒരു 1/2 കിലോന് വേണ്ടാവാൻ സാധ്യത ഉണ്ട്. ചെറുത് 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 ഞാൻ പറഞ്ഞില്ലേ, ദേ വന്നൊരു ചെറുത്. കടല്ലേ, അത്ര വലുതൊന്നുമല്ല. അപ്പോൾ ഇവനൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവിടെ വെട്ടുണ്ടാവുക. പക്ഷെ നല്ല വെട്ടണത്. ഇവിടേക്ക് കിടക്കടാ. നമ്മുടെ ഗ്രിപ്പറുടെ കയ്യിൽ നിന്ന് എങ്ങനെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. നന്നായിട്ട് ഹുക്ക് കയറി ഇതിൻ്റെ വായിൽ. എവിടെ കയറിയിരിക്കണോ? എന്തായാലും മുഴുവൻ തിരിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇപ്പോൾ 2 മീനായി. ഗൈസ്, ഇത് അവിടെ അച്ഛന് അത്ര ചെറുതല്ലാത്തൊരു മീൻ കിട്ടിയിട്ടുണ്ട്. പടച്ച് പോകുന്നുണ്ട്. അത്ര ചെറുതൊന്നുമല്ല, 10-250 ഗ്രാം എന്തായാലും വെയിറ്റ് ഉണ്ട്. ഗൈസ്, അങ്ങനെ നമുക്കത് അടുത്ത ഒരു സ്ട്രൈക്ക് കിട്ടിയിരിക്കുകയാണ്. നല്ല ഇടത്തരം മീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഒരു 100-150 ഗ്രാം വെയിറ്റ് ഉണ്ടാവും. ഗൈസ്, ചെറുതാണെങ്കിലും നമുക്കിത് ഇപ്പോൾ അത് 4ാമത്തെ മീനായി. നമ്മളൊരിക്കലും വലിയ മീനെ മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്യണില്ല. ഇതുപോലുള്ള 150-200 ഗ്രാം വന്ന മീനൊക്കെ നമ്മൾ പിടിക്കാറുണ്ട്.
ഒരുപാട് വലിയ മീൻ കഴിക്കാനായിട്ട് നല്ലത് ഇതുപോലുള്ള ഇടത്തരം മീനോട് കഴിക്കുകയാണ്. അങ്ങനെ അവനെ നമ്മൾ ഹുക്ക് റിമൂവ് ചെയ്ത് നമ്മുടെ ചാക്കിലാക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്ത് വിട്ട് നോക്കി നോക്കാം. ഇവിടെ നിന്നാണ് സ്ട്രൈക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഗേസ് ഞാൻ പറഞ്ഞില്ലേ അവിടെ നിന്ന് ചെറിയ സ്ട്രൈക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതേ കിട്ടി. അത്ര വലുതൊന്നുമല്ല, നല്ലൊരു ഇടത്തരം വരാലി. നമുക്ക് ഒട്ടും സമയങ്ങളാണ് നമ്മളെ ചാക്കിലേക്ക് കയറ്റാം. അങ്ങനെ അവന് നമ്മൾ റിമൂവ് ചെയ്ത് നമ്മുടെ ചാക്കിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് വേഗം അടുത്തത് കിട്ടും നോക്കി നോക്കാം. ഗൈസ് ഇതാ കരിമലയുടെ സൈഡിൽ ഒരു വരാലി വെട്ടിയിരുന്നു. നമുക്ക് അതിനെറിഞ്ഞ് നോക്കി നോക്കാം, ചിലപ്പോൾ അത് പിടിക്കും. അതാ ചെറിയൊരു സ്ട്രൈക്ക് കണ്ടില്ലേ, ഒരു ചെറിയൊരു വരാലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗൈസ് ഒരു നമുക്കൊരു ചെറുതിന് കിട്ടിയിട്ടുണ്ട്. ചെറുതെന്ന് ഉദ്ദേശിച്ചത് ഒരു 100 ഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളതിനെ കളയണമൊന്നുമില്ല, നമ്മളതിനെ എടുക്കുകയാണ്. നമുക്കൊരു 5-8 ആയി ഇപ്പോൾ. അപ്പം അങ്ങനെ അതിൻ്റെ ഹുക്ക് റിമൂവ് നമ്മൾ നമ്മുടെ ചാക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്ത് കിട്ടും നോക്കി നോക്കാം. അങ്ങനെ ചെറുതും കൂടി നമുക്ക് കയറി. ചെറുത് നല്ല കണ്ടില്ലേ, ഇതുപോലത്തെ മീനുകളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് അവൻ്റെ വായയുടെ ആ ഒരു ഇതിൽ കയറിയിരിക്കുന്നുണ്ട് കുളത്ത്. ഓക്കെ, അങ്ങനെ അവനെ നമ്മൾ ചാക്കിലാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാം, അറിയാണ്ടിരിക്കാം. ഇതാ 2-3 മീൻ കിട്ടി. അതിൽ നമുക്ക് അറ്റത്തുള്ളവനെ കിട്ടി നോക്കിയൊക്കെ, അവ ഇത്തിരി വലിപ്പമുണ്ട്. അവിടേക്ക് അറിയാൻ പറയും. എൻ്റെ ചൂണ്ടിലെത്തണില്ല, അങ്ങോട്ട് അടിക്കണില്ല അല്ലേ ഗൈസ്. ഇനി നമുക്ക് ഇവിടെ നോക്കി നോക്കാം, അവൻ്റെ അടുത്തേക്ക് നമുക്ക് എത്തണില്ല. നമുക്ക് ഇവിടെ വെട്ടാൻ നോക്കി നോക്കാം. ഇവിടെ നല്ല മീൻ തന്നെ വെട്ടിയത്, അത്ര ചെറുതൊന്നല്ല. 10-700 ഗ്രാം എന്തായാലും വെയിറ്റ് ഉണ്ടാകും. ഇത് ചെറുതാണ്. നമ്മൾ ചൊട്ട പിടിക്കുന്ന പോലെ തന്നെ ചൊട്ട പിടിച്ചു. അയ്യോ, ഒരു 100 ഗ്രാം ഉണ്ടാവും. നമുക്കിത് പോരാ, ഒരു 250-300 ഗ്രാം ഉണ്ടാവും അവിടെ കുടിച്ച മീൻ. അപൂർവമാണ് അങ്ങനെയൊക്കെ ഓരോന്ന് കുടിക്കുന്നത് കാണുന്നത്. ഇവിടെ കിട്ടിയാൽ നമുക്ക് എടുക്കാം, എന്തായാലും കിട്ടിയാൽ കളയുന്നില്ല. ഇവനെ തീരെ പട്ടിണിയെ തോന്നുന്നുണ്ട്, ഫ്രോഗ് മൊത്തത്തിൽ വിഴുങ്ങിയേക്കണു. അവിടെ കിടക്കട്ടെ. ഇതാ ആ കുടിച്ചതാണ് ആ മീൻ. ഒന്നെങ്കിൽ ആ വരയിൽ നിന്ന് ഊരിപ്പോയത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്തത്. ഉണ്ടോ അപ്പോൾ അവിടെ ഉണ്ട്, പക്ഷെ പിടിക്കണില്ല എന്നുള്ളൂ. അപ്പോൾ മീനുണ്ട് അവിടെ, പിടിക്കാണ്ടേ. അവർ ചെറുത് പിന്നാലെ വന്നിട്ടുണ്ടായിരുന്നു. നോക്കാം, കണ്ടില്ലേ, ചെറുത്, നല്ല ചെറുത് ഉണ്ടാവും. 100 ഗ്രാം ഉണ്ടാവും, നല്ല ചെറുത് തന്നെ. 100 ഗ്രാമാണ് കേട്ടോ. ഇതുപോലത്തെ മീനും ഒരുപാടുണ്ട് അവിടെ. നമുക്ക് അവനെ മെല്ലെ നമ്മുടെ ഗ്രിപ്പറിലിട്ട് പിടിക്കണം. ഗ്രിപ്പറിലിട്ട് പിടിക്കാം, അല്ലാണ്ട് ഇത് റെഡി ആവില്ല. ഗ്രിപ്പറിലിട്ട് പിടിച്ചിട്ട് നമ്മുടെ കൈയൊക്കെ നിറച്ചോട്ടേ ആവും. കുഴപ്പമില്ല, ഇനി ഫ്രോഗ് വരാം ധൈര്യമായിട്ട്. ഓക്കെ, കണ്ട പെട്ടെന്ന് പടച്ചിൽ കണ്ട, അത്ര ചെറുതൊന്നല്ല കേട്ടോ. ഒരു 100 ഗ്രാമൊക്കെ ഉണ്ട്, കണ്ടില്ലേ.
നമ്മുടെ ചാക്കിലേക്ക് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അവിടെ കിടക്കട്ടെ. മടക്കി വിടാക്കാം മതി. നമുക്കങ്ങനെ ഒരു ഇടത്തരം വരാൻ കിട്ടിയിട്ടുണ്ട്. പോകില്ല, 10-200 ഗ്രാം ഉണ്ട്. ഉണ്ടാ ഇങ്ങനത്തെ മീനുകളൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. കണ്ടില്ലേ ഗൈസ്? അപ്പോൾ നമുക്ക് ഇതുപോലത്തെ മീനുകൾ അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവനൊക്കെ പിടിക്കാനില്ല. സ്പിന്നറിൻ്റെ മേലെ കളിക്കാണ്ട് ചെറിയൊരു ഹുക്കപ്പ് ഉള്ളൂ ഇവനൊക്കെ. ഗൈസ് അങ്ങനെ അവനെ നമ്മൾ നമ്മുടെ ഫ്രോഗിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചാക്കിയൊക്കെ ആക്കിയിട്ട് അവിടെ വയ്ക്കുകയാണ്. നമുക്ക് അടുത്തത് കിട്ടും നോക്കി നോക്കാം. ഇതേ സൈസുള്ള മീനുകളൊക്കെ കുറച്ചുണ്ട്. അതെ, നമുക്ക് ആ ബുഴുവ പിടിക്കാനുള്ളത് മാത്രം. നമുക്ക് അടുത്തത് കിട്ടും നോക്കി നോക്കാം. ഗൈസ് നമുക്കിത് വീണ്ടും ഒരു ഇടത്തരം മീൻ കിട്ടിയേക്കാണ്. അത്ര ചെറുതൊന്നല്ല, 10-200 ഗ്രാം വെയിറ്റ് ഉണ്ട്. നേരത്തെ മീൻ തന്നെ വെട്ടിയിട്ടുണ്ടാവുക. കണ്ടില്ലേ? അത്ര ചെറുത് നല്ലത്തൊരു മീനാണ്. കണ്ടില്ലേ ഗൈസ്? അത്ര ചെറുതൊന്നല്ലാത്തൊരു മീൻ തന്നെ നമുക്ക് കിട്ടിയത്. കണ്ടാ? വേഗം നമുക്ക് വേണ്ടി ചാക്കിലാക്കാം. വട കിടക്കട്ടെ. നമുക്കടുത്ത് കിട്ടും നോക്കി നോക്കാം. അവിടെ ഉണ്ടല്ലോ ഒരു മീൻ കുടിച്ചത്. നമുക്ക് അവനെ വിട്ട് നോക്കി നോക്കാം. അവിടെ നിന്ന് കുടിക്കാൻ അത്ര ചെറുതായിരിക്കില്ല. ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് ചെറിയൊരു സ്ട്രൈക്ക് കിട്ടി. ചിലപ്പോൾ വീണ്ടും കടിക്കും. ഇല്ല, നമുക്കെന്തായാലും ഞാൻ മീനിനെ അരിക്കാൻ എടുത്തിടാം. സഞ്ചിയിലാക്കാം, വലയിലാക്കാം. അത് കൂടെ ഇറങ്ങി വാ. കുഴപ്പമില്ല, വെള്ളം കുറവായിട്ടല്ല. പതിഞ്ഞിട്ടല്ല, കിട്ടിയ മീൻ നല്ല മീനല്ലേ രണ്ടും. അപ്പോൾ നമുക്ക് കിട്ടിയ മീൻ നമുക്ക് നമ്മുടെ ചാക്കിലേക്കാണ്ട് ചെരിയാ. ആദ്യം ചെരി അത് മൊത്തത്തിൽ ഇതിൻ്റെ പിടിക്കാക്ക്. മൊത്തത്തിൽ അതിൻ്റെ ഇത് മാത്രം ഉണ്ടാക്ക്. ശരി, നമ്മൾ എടുക്കലൊന്നും വേണ്ട. ചെറിയ ഫ്രോഗിൽ അടിക്കുന്ന മീനുകളല്ലോ ഒക്കെ ഒരു 150-200 ഗ്രാമേ വെയിറ്റുണ്ടാവുള്ളൂ. പിന്നെ 50 ഗ്രാമൊക്കെയാണ്. മറ്റേ ഫ്രോഗ് നല്ല ഫ്രോഗാണ്, അത് വെയിറ്റ് ഉണ്ട്. ആ വെള്ളത്തേക്ക് പതുക്കാൻ വെച്ചോ. ഇവിടെ നിന്നിട്ടേ ആ കരിമ്പനയുടെ കടക്കിൽ നിന്നിട്ട് അങ്ങോട്ട് മാത്രം അടിക്കുക. അവിടേക്ക് അവിടെ മീൻ വന്ന് വെട്ടണ സമയത്ത് മാത്രം അടിച്ചോ. അവിടെ നിന്ന് പിടിക്കുമ്പോൾ ഇതുപോലത്തെ മീൻ പിടിക്കും. ഞാൻ അച്ഛൻ അവിടെ നിന്നാണോ ഞങ്ങൾ പിന്നെ പോകുന്നത്. ഇവിടെ ഒരു മീൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോഴും ബാക്കിയുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കിട്ടും. അതല്ലേ ചെറുത്. അവനാണ് നേരത്തെ അപ്പോൾ അവിടെ കുടിച്ചത്. അപ്പോൾ നമുക്ക് ആ ചെറുതിനെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ കിടക്ക്. ഇവിടേക്ക് ഓടുന്നു. 2-3 മീൻ കുടിക്കുന്നുണ്ടാ. 150-200 രൂപ എന്ന മീനോ. ചതുപ്പിരിഞ്ഞ് പോയിട്ട് കാര്യമില്ല.
ചതുപ്പിൽ പോയിട്ട് കാര്യം ഉണ്ടാവില്ല. ഇതുപോലത്തെ മീൻ തന്നെയല്ലേ പിടിക്കുന്നത്. ഗൈസ് നമുക്ക് വീണ്ടും ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. തിരിച്ചോട്ടാ വന്നോ? ഗൈസ് ഒരു 100-150 ഗ്രാം ആയിട്ടുള്ളൊരു മീൻ നമുക്ക് ഒന്ന് കിട്ടിയിട്ടുണ്ട്. അവന് നമുക്കില്ലടാ. അടാ അങ്ങനെ വെട്ടി കുടിക്കണ മീനുകളില്ലേ, അതൊക്കെ പെട്ടെന്ന് പിടിക്കാതെ വെട്ടി കുടിക്കണ മീനുകൾ ഇടയ്ക്ക് നോക്കി നിറഞ്ഞാൽ മതി. അടാ മീനുകൾ വരുന്നുണ്ടാ, പിന്നാലെ വരുന്നുണ്ടാ. പിടിക്കാതിരിക്കില്ല. അത്ര ചെറുതൊന്നല്ല, നേരത്തെ കിട്ടിയ അത്രയുണ്ട് ആ മീൻ. അയ്യടാ അത് പോയി തോന്നുന്നുണ്ട്. അവിടെ കുടുങ്ങി. അവിടേക്ക് പോണ്ട. അവിടെ വല്ലാത്തൊരു ഇതല്ലേ, പുല്ലല്ലേ, വല്ലാത്ത ജാതി പുല്ല് തന്നെ കേട്ടോ. കിട്ടില്ല അവനെ. അത് നല്ല ഹുക്കപ്പായി, നല്ല മീനായിരുന്നു. പോയാ മീൻ കണ്ടാ 100-150 ഗൈസ്. നല്ലൊരു മീൻ നമുക്ക് സ്ട്രൈക്ക് ചെയ്തായിരുന്നു. പക്ഷേ തവളല്ല, ബ്രാല് ചാടി പോയത് കണ്ടാ. അങ്ങോട്ട് പോയത് ബ്രാലാ. ഗൈസ് നമുക്കിത് ഇവിടെ നേരത്തെ തിരക്കില്ലാത്തൊരു സ്ട്രൈക്ക് കിട്ടി. പോയിട്ടില്ലെങ്കിൽ ഇതൊന്ന് പിടിക്കും, ഇതിൽ പിടിക്കും. കണ്ടില്ലേ? അയ്യോ ഞാൻ പറഞ്ഞില്ലേ, കുടഞ്ഞു പോവില്ല. ഗൈസ് ഇതാ ഞാൻ തന്നെയാണ് നേരത്തെ നമുക്ക് സ്ട്രൈക്ക് ചെയ്തത്. നമുക്ക് നമ്മുടെ ചാക്കിൽ തന്നെ ഇടാം. ഗൈസ് ഇതാ അച്ഛന് നല്ലൊരു മീൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാ ആ ഫ്രോഗിലിട്ടാണ് നല്ല മീനാണ്, അടിപൊളി മീൻ. ഒരു 100-250 ഗ്രാം മേലെ വെയിറ്റ് ഉണ്ട്. കണ്ടില്ലേ? അടിപൊളി. സ്റ്റിക്ക് അവിടെയൊക്കെ ആ ലൂസാക്കുന്നുണ്ട്. അത് കിട്ടി. ഇതാ നമുക്കിത് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ തന്നെ നോക്കി നോക്കാം. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇവിടെ. അതാ വീണ്ടും ഗൈസ് അച്ഛന് നല്ലൊരു മീൻ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? കിട്ടില്ല സാധനം. നമുക്ക് കിട്ടേണ്ടൊക്കെ വലിയ മീനുകൾ അച്ഛനാണ് പിടിക്കുന്നത്. അതിലിട്ടോ നോക്കിയ അതന്നെ കുളത്ത് പുറത്തേക്ക് ഇട്ടല്ലേ, കുടഞ്ഞാൽ പോരും. വലുതാക്ക് നമുക്കെന്നെ കിട്ടിയുള്ള അവർക്കൊന്നും കിട്ടിയില്ല. അവർക്ക് ഒരെണ്ണം പോയി ചേർത്ത് ഇന്ത്യക്ക് പോയത് കിട്ടിയെത്തുണ്ട്. അതൊക്കെ വലിച്ചിട്ട് കയറില്ല. വെള്ളം കുറവല്ല. പുല്ലും അതാണ് പ്രശ്നം. പുല്ലിൻ്റെ പതിയൊന്നും മീനോടെ അങ്ങോട്ട് പൊന്തില്ല. മീൻ പൊന്തി വരില്ല. നാടാണ് നല്ല അടിപൊളി നാടൻ വരാലുള്ളൂ. ഒരു മിനിറ്റ് കേട്ടല്ലേ, ഇതിലുണ്ട് 2-3 അതുകൊണ്ട് എടുത്തരാം. കാട്ട് എന്താ മീൻ ഇതിലുള്ളത് കൂടി ഇടാം. അതിൽ ചാറ്റിലിടണ്ട, ഇവിടുന്നോട്ടെ. ഗിരിയേട്ടനെ വിളിച്ചില്ലേ? ഗിരിയേട്ട പെൻറ്റിട്ടുള്ളൂ. ഗിരിയേട്ടന് വയ്യാണ്ട്. പിന്നെ 2-3 മീൻ ഉണ്ട്, അത് നക്കരിക്കുക. 2-3 മീൻ ഉണ്ട്, അത് നക്കരിക്കുക. ഈ ഗ്രിപ്പറില്ലേ ഇത് പിടിച്ചിട്ട് അതിൻ്റെ ചെറിയിലാണ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മീൻ പെട്ടെന്നൊന്നും കുടഞ്ഞു പോകില്ല.
അതന്നെ നോക്കിതാ ഇതിട്ടിട്ടുണ്ട് പിടിച്ചാൽ മതി ഇതായിരിക്കും ഇവിടെ കണ്ടാ അങ്ങനെ ഗ്രിപ്പർ വാങ്ങിച്ച് ഗൈസ്. അപ്പോൾ നമുക്ക് കണ്ടില്ലേ ഈ കാണുന്ന മീനുകൾ മൊത്തം നമുക്ക് ഇവിടുന്ന് കിട്ടിയാണ്. എത്ര ഉണ്ടാവും? ഒരു 3-4 കിലോനായാ? 3-4 കിലോനായാ? 3 കിലോ ഉണ്ടാവില്ല എല്ലാം കൂടിയിട്ട് വെള്ളത്തിലോട്ടൊക്കെ. ഗൈസ് അപ്പോൾ നല്ല വെയിലായി. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ മീൻപിടുത്തം നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ആകെ ഇത്ര മീനാണ് കിട്ടിയത്. കഷ്ടി ഒരു 2-4 കിലോ മേലെ മീനുണ്ടാവും ഗൈസ്. അപ്പോൾ ഇതുപോലുള്ള നല്ല കിഡിലും ഫിഷിംഗ് വീഡിയോസ് കാണുന്നതിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.